മകരസംക്രമ സന്ധ്യയിൽ ഭക്തജനങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ പൊന്നമ്പലമേട്ടിൽ ദർശന സുകൃതമായി മകരവിളക്ക് തെളിഞ്ഞു. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് 6:43 ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടത്തിയ ശുഭമുഹൂർത്തത്തിലായിരുന്നു മകരവിളക്ക് ദർശനം. പ്രാർത്ഥനാ നിർഭരമായ കൂപ്പുകൈകളുമായി നിന്ന ഭക്തർക്ക് 6:44 2 തവണ കൂടി മകരജ്യോതി ദർശിക്കാനായി. ഇതോടെ സന്നിധാനവും പരിസരവും പൂങ്കാവനമാകെയും ശരണം വിളികളാൽ മുഖരിതമായി. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്രയെ വൈകിട്ട് 5:30 ശരംകുത്തിയിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിച്ചു. 18ാം പടി കയറിയെത്തിയ തിരുവാഭരണ ഘോഷയാത്രയെ 6:30 കൊടിമരച്ചുവട്ടിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ, തമിഴ്നാട് ഹിന്ദുമത ധർമ്മ സ്ഥാപന വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബു, വി കെ ശ്രീകണ്ഠൻ എം പി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, MLA-മാരായ പ്രമോദ് നാരായൺ, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ, പത്തനംതിട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തിരുവാഭരണ പേടകം 18ാം പടി ബലിക്കൽപുര വാതിലിലൂടെ സോപാനത്തെത്തിച്ചപ്പോൾ ശബരിമല തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ, മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. തിരുവാഭരണം ശ്രീകോവിലിൽ എത്തിച്ച ശേഷം ദീപാരാധനയ്ക്കായി നടയടച്ചു. അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവ് പണിയിച്ച തിരുവാഭരണങ്ങൾ സന്ധ്യാദീപാരാധനയിൽ അയ്യപ്പനെ അണിയിച്ചു. ഈ സമയത്താണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമായത്. 2025 ഹരിവരാസനം പുരസ്കാരം കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു. ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ഭക്തരെ സാക്ഷിയാക്കി നടന്ന ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും മറ്റ് ജീവനക്കാരുടെയും സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം കുറ്റമറ്റതാക്കാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു. ഹരിവരാസനം പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംഗീത ലോകത്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ സൃഷ്ടികൾ കാലത്തിന് അതീതമാണെന്നും മന്ത്രി പറഞ്ഞു. അയ്യപ്പ ഭക്തി ഗാനങ്ങൾ രചിക്കുന്ന രംഗത്ത് ഏതാണ്ട് അയ്യപ്പകാരുണ്യം, ശരണമയം, അയ്യപ്പ പൂജ എന്നീ പ്രധാനപ്പെട്ട ആൽബങ്ങൾ അദ്ദേഹം ഗാനരചനയായി രൂപം കൊടുത്തതാണ്. ഇതുകൂടാതെ നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തിന്റെ കർണാനന്ദകരമായ അനുഭൂതി പകരുന്ന ഇമ്പമാർന്ന ശബ്ദമാധുര്യം അനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞൊരു ജനതയാണ് ഇന്ന് സംഗീത ലോകത്തുള്ളത്. രചനാവൈഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിരവധി സൃഷ്ടികൾ എല്ലാ കാലഘട്ടങ്ങളിലും നിലനിൽക്കുന്ന സൃഷ്ടികളാണ്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ അഭിനയ ചാതുര്യം, നൈസർഗികയുടെ നാട്യാവതാരമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിനയ ചാതുര്യങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ഗാനരചയിതാവെന്ന രൂപത്തിൽ, സംഗീത സംവിധായകൻ എന്ന രൂപത്തിൽ, ഗാന ആലാപനത്തിന്റെ രംഗത്ത് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം, അഭിനയ രംഗത്ത് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം, ഏറ്റവും ഉപരി ശാസ്ത്രീയ സംഗീതത്തിൽ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന അതിപ്രഗത്ഭരായ വ്യക്തികളിൽ ആദ്യപതികരിൽ അഗ്രഗണ്യനാണ് നമ്മുടെ ഈ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച മാനവികതയും സാമൂഹ്യ ബോധവുമാണ് ഹരിവരാസനം പുരസ്കാരത്തിന് തന്നെ അർഹനാക്കിയതെന്ന് വിശ്വസിക്കുന്നതായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. താനും ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്നുവെന്നും തനിക്ക് ലഭിച്ച പുരസ്കാരം തീർത്ഥാടന കാലത്ത് വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കായി സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനും ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ്. പഴയ എന്റെ അവാർഡ് ദേവസ്വം ബോർഡിന്റെ ഇവിടെ കഷ്ടപ്പെടുന്ന എത്രയോ എന്റെ അനിയന്മാരുണ്ട്, ഏട്ടന്മാരുണ്ട്, അവർക്കെല്ലാമായിട്ട് ഞാൻ വീതിക്കുന്നു. നമ്മൾ വൈകുന്നേരം മാത്രം, രാത്രി മാത്രം കേൾക്കുന്ന ഒരു കീർത്തനത്തിന്റെ മാത്രമല്ല, ആ ഭാവം ഉൾക്കൊള്ളാൻ വേണ്ടി അതിലത്തെ ഒരു പല്ലവിയും അനുപല്ലവിയും പാടുന്നു. എന്റെ മകൻ ദീപാങ്കുരൻ എന്നെ സഹായിക്കുന്നുണ്ട്. ഹരിവരാസനം വിശ്വമോഹനം ഹരിരഥീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. സർവമത സാഹോദര്യത്തിനും സർഗസമഭാവനയ്ക്കുമുള്ള സർഗാത്മക പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിനായി ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് ഹരിവരാസനം പുരസ്കാരം. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംഗീതത്തിലൂടെ ശബരിമലയെയും സ്വാമി അയ്യപ്പനെയും ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളും ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടൻ തുടങ്ങി വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകളും കണക്കിലെടുത്താണ് കൈതപ്രത്തിന് പുരസ്കാരം നൽകിയത്.
ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ CV പ്രകാശ്, സംഗീതജ്ഞ ഡോക്ടർ K ഓമനക്കുട്ടി എന്നിവരടങ്ങുന്നതായിരുന്നു പുരസ്കാര നിർണയ സമിതി. ശബരിമല സന്നിധാനം ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തമിഴ്നാട് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി PK ശേഖർ ബാബു മുഖ്യാതിഥിയായി. പ്രമോദ് നാരായൺ MLA അധ്യക്ഷത വഹിച്ചു. KU ജനീഷ് കുമാർ MLA, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, പത്തനംതിട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, ദേവസ്വം ബോർഡ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സന്നിധാനത്തും പരിസരത്തും അയ്യപ്പന്റെ ചിത്രങ്ങൾ വരച്ച ഭിന്നശേഷിക്കാരനായ പത്തനാപുരം സ്വദേശി മനോജ് കുമാറിനെ 1 ലക്ഷം രൂപ നൽകി വേദിയിൽ ആദരിച്ചു. ജനങ്ങളെ കൂടി ഭരണപ്രക്രിയയിൽ പങ്കാളികളാക്കുന്ന പ്രവർത്തനമാണ് അദാലത്തുകളെന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്. മാവേലിക്കര താലൂക്ക് അദാലത്ത് ബിഷപ്പ് ഹോഡ്ജസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃത്യമായ സമയബന്ധിതമായി സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയേ മതിയാവുള്ളൂ. ഈ പൊതുജനമാണ് നമ്മുടെ എല്ലാം യജമാനന്മാർ എന്ന കാര്യം വിസ്മരിക്കാതെ ഇരിക്കുക. ഞങ്ങൾ വോട്ട് കിട്ടി ജയിക്കുന്നത് കൊണ്ട് മന്ത്രിയായി, PSC എഴുതുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥരായി തീരുന്നില്ല. ഇത് രണ്ടിൻ്റെയും ഒരറ്റത്ത് ജനം എന്നുള്ളതുണ്ട്. ജനാധിപത്യ പ്രക്രിയ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരെ കഴിഞ്ഞ വർഷം നിയമിച്ചത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ സംസ്ഥാനവും കേരളമല്ല, ജനസംഖ്യയിലും കേരളമല്ല. പക്ഷെ കേരളമാണ് കഴിഞ്ഞ വർഷവും മുൻകാലങ്ങളിലും ഏറ്റവും കൂടുതൽ PSC നിയമനം കൊടുക്കുന്ന സംസ്ഥാനം. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ്. നമ്മൾ ഒരു 40,000-ഓളം പേരെ നിയമിച്ചപ്പോൾ 12,000 പേരെയാണ് തമിഴ്നാട് നിയമിച്ചിട്ട് തമിഴ്നാട് 2ാം സ്ഥാനത്ത്. നമുക്ക് അത്രയും സുശക്തമായ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം എന്തിനുണ്ടാവും എന്ന് ചോദിച്ചാൽ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിനകത്ത് ജനം എന്നതിന് പ്രാധാന്യം കൊടുക്കുക. അതിനാണ് ഈ അദാലത്ത്. നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ച് കാലതാമസം കൂടാതെ പ്രവർത്തിക്കാനും ജനങ്ങളെ സഹായിക്കാനും ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു ഫയലും അനാവശ്യമായി വെച്ചു താമസിപ്പിക്കരുത്. കാലതാമസം അഴിമതി തന്നെയാണ്. ജില്ലയിലെ 5 അദാലത്തുകൾ പൂർത്തിയായപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദീർഘകാലമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. പരാതികളിൽ 80% പരിഹരിക്കാനായി. അദാലത്തിലെ രീതികൾക്കനുസരിച്ച് ഓഫീസുകൾ തുടർന്നും പ്രവർത്തിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ 17 റേഷൻ കാർഡുകളും വർഷങ്ങളായി കരമടയ്ക്കാൻ കഴിയാതിരുന്നവരുടെ കരമടവ് രസീതുകളും അവകാശ സർട്ടിഫിക്കറ്റുകളും മന്ത്രിമാരായ P പ്രസാദ്, സജി ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശ C എബ്രഹാം, മാവേലിക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ശ്രീകുമാർ, തഹസിൽദാർ TS ഗീതാകുമാരി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വേമ്പനാട് കായൽ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന മെഗാ ക്യാമ്പയിൻ ജനുവരി 18 രാവിലെ 7:30 സംഘടിപ്പിക്കുവാൻ തീരുമാനമായി. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. നമുക്ക് ഈ മണ്ണ് മാറ്റിയേ പറ്റുള്ളൂ. ഈ മണ്ണ് മാറ്റി കരയിൽ ഒരു ബണ്ട് ഫോം ചെയ്ത് ഫോം ചെയ്ത് അതിനാണ് നമ്മൾ ഈ രാമച്ചം അല്ലെങ്കിൽ കല്ലമുള അവിടെയുള്ള സാധനം വെച്ചുകൊണ്ട് ഞങ്ങൾ വിളിച്ചു. അപ്പൊ അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ 2 മുനിസിപ്പാലിറ്റികളും 10 പഞ്ചായത്തുകളെയും കേന്ദ്രീകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുക. വേമ്പനാട് കായൽ പുനരുജ്ജീവനത്തിനും സംരക്ഷണത്തിനുമായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് പ്ലാസ്റ്റിക് മുക്ത വേമ്പനാട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ, ഹരിത കേരളം മിഷൻ, കുടുംബശ്രീ, ഹരിതകർമ്മസേന, വിമുക്ത ഭടന്മാർ, പരിസ്ഥിതി പ്രവർത്തകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതിനായി ഓരോ ഹോട്ട്സ്പോട്ടും കേന്ദ്രീകരിച്ച് മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. വേമ്പനാട് കായൽ പുനരുജ്ജീവനത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഭാഗമായി ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, ഹൗസ് ബോട്ട് ജീവനക്കാർ, ഉടമകൾ, വേമ്പനാട് കായലിന്റെ തീരത്ത് താമസിക്കുന്നവർ തുടങ്ങിയവർക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്,
ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ, ഡെപ്യൂട്ടി കളക്ടർ C പ്രേംജി, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ, ഹൗസ് ബോട്ട് അസോസിയേഷൻ പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണത്തിനും മനുഷ്യാവകാശങ്ങൾക്കും സ്ത്രീ സുരക്ഷയ്ക്കുമായി ഒരു മനുഷ്യായുസ് മുഴുവൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയ സുഗതകുമാരി ടീച്ചറുടെ നവതി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് ജനുവരി 19 മുതൽ 22 വരെ തീയതികളിലായി ആറന്മുളയിൽ നടക്കും. ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിൽ സുഗതോത്സവം എന്ന പേരിൽ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി 20 തിങ്കളാഴ്ച കുട്ടികൾക്കായി സുഗത വനയാത്ര സംഘടിപ്പിക്കുമെന്ന് കമ്മിറ്റി ചെയർമാൻ കുമ്മനം രാജശേഖരൻ KCV ന്യൂസിനോട് പറഞ്ഞു. 21 തീയതി രാവിലെ 10-ന് ഏകദിന ദേശീയ പൈതൃക പരിസ്ഥിതി ശില്പശാല ആരംഭിക്കും. ഡോക്ടർ D വേണുഗോപാൽ നേതൃത്വം നൽകും. സുഗതകുമാരിയുടെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിയുള്ള ചലച്ചിത്ര പ്രദർശനം, സുഗതകുമാരി കവിതകളുടെ ദൃശ്യാവിഷ്കാരം എന്നിവയും ഉണ്ടാകും. മരം ഒരു വരമാണെന്ന് നമ്മെ പഠിപ്പിച്ച, മനസ്സിലാക്കിയ ഈ നാടിൻ്റെ പ്രകൃതിയും ഈ പരിസര പ്രദേശങ്ങളുമെല്ലാം നിലനിൽക്കാൻ മരമാണ് അതിനെല്ലാം ഒരു പ്രതിവിധി എന്ന് നമ്മെ പഠിപ്പിച്ച സുഗതകുമാരി അമ്മയുടെ 90ാം ജന്മവാർഷികാഘോഷം, നവതി ആഘോഷം എല്ലാം ഈ അടുത്ത 22-ാം തീയതി സമാപിക്കുകയാണ്. അന്നാണ് 91ാം ജന്മദിനം. ജന്മദേശമായ ആറന്മുളയിൽ വളരെ വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സുഗതോത്സവമാണ്. കഴിഞ്ഞ ദിവസമാണ് പമ്പാ നദിയുടെ തീരത്തുകൂടി ഒരു ഹെറിറ്റേജ് വാക്ക്, ഒരു പൈതൃക നടത്തം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സുഗതോത്സവത്തിൻ്റെ ഒരു വിളംബരം തന്നെ നടത്തിയത്. 19-20 തീയതിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളാണ്. കുട്ടികളെ കൊണ്ട് വനത്തിൽ പോയി സുഗതകുമാരിയുടെ കവിതകളും കഥകളും ഒക്കെ പറഞ്ഞ് അവരെ രസിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു വനയാത്ര. അത് ഇഞ്ചക്കാട് ബാലേന്ദ്രൻ എന്ന പ്രശസ്ത കവി കൊച്ചു കുട്ടികളോടൊപ്പം വനയാത്ര സംഘടിപ്പിക്കുന്നത്. അത് 20-ാം തീയതിയാണ്. ജനുവരി 22-ന് 3 മണിക്ക് നവതി സമാപന സഭ ആരംഭിക്കും. നവതി ആഘോഷ സമിതി അംഗം മുൻ MP പന്ന്യൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. നവതി പുരസ്കാര സമർപ്പണം പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. AC റോഡിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. രാമങ്കരിയിൽ കഴിഞ്ഞ രാത്രി റോഡ് മുറിച്ചു കടക്കവേ മാമ്പുഴക്കരി സ്വദേശിയായ പങ്കജാക്ഷനാണ് വാഹനമിടിച്ച് മരണമടഞ്ഞത്. 53 വയസ്സായിരുന്നു. രാമങ്കരി പഞ്ചായത്ത് ഓഫീസിന് സമീപം AC റോഡിൽ തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. രാമങ്കരി പഞ്ചായത്ത് 7-ാം വാർഡ് കുന്നത്തുംപറമ്പിൽ വീട്ടിൽ പങ്കജാക്ഷനാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഇരുചക്ര വാഹനം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. എതിരെ വന്ന വാഹനത്തിന്റെ അടിയിൽപ്പെട്ടാണ് മരണം സംഭവിച്ചത്. ഇരുചക്ര വാഹന യാത്രികരായ ഇതര സംസ്ഥാന തൊഴിലാളികളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. AC റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇരുവശവും നടപ്പാത നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും തിരക്കേറിയ റോഡ് മുറിച്ചു കടക്കാൻ ഏറെ പാടുപെടണം. വീതി കുറവായ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യങ്ങളുമില്ല. തെരുവു വിളക്കുകളുടെ അഭാവവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് എല്ലാ സമൂഹത്തിനും മാതൃകയായി തീർന്ന നവോത്ഥാന നായകനായിരുന്നു ധന്യൻ മാർ കുരിയാളശ്ശേരിയെന്ന് ചമ്പക്കുളം ബസിലിക്ക റെക്ടർ ഡോക്ടർ ഫാദർ ജെയിംസ് പാലക്കൽ. ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരിയുടെ 152ാം ജന്മദിനത്തോടനുബന്ധിച്ച് കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഫൊറോന സമിതി സംഘടിപ്പിച്ച ഛായാചിത്ര പ്രയാണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫാദർ ജെയിംസ് പാലക്കൽ. അഭിന്ന ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരി പിതാവ് പൂജാതനായിട്ട് 152 വർഷം കഴിഞ്ഞ് 153ാമത്തെ വർഷമാണ്. ഏതാണ്ട് ഒരു 1.5 നൂറ്റാണ്ടിന് മുൻപ് നമ്മുടെ ഈ സ്ഥലവും ഇവിടുത്തെ സാഹചര്യങ്ങളെയും പറ്റി ഒരുപക്ഷെ നമുക്ക് പിൻപോട്ട് എത്രമാത്രം കടന്ന് ചിന്തിക്കാൻ സാധിക്കും. അന്ന് നമുക്കുണ്ടായിരുന്ന വിശ്വാസ ആ പാരമ്പര്യം, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യോ കൾച്ചറൽ റിലീജിയസ് ആയിട്ടുള്ള ഇവിടുത്തെ സാഹചര്യങ്ങൾ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും ഇന്ന് നിന്നുകൊണ്ട് ധാരണകൾ കുറേയൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും നമ്മുടെ ഇന്നത്തെ കാലത്തെയും അന്നത്തെ കാലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു കണ്ണിയാണ് നമ്മളുടെ ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരി പിതാവ് ജന്മം കൊണ്ട ഈ സ്ഥലത്ത് നിന്ന് ഇന്ന് പിതാവ് അന്തിയുറങ്ങുന്ന ചങ്ങനാശ്ശേരിയിലേക്ക് പിതാവിൻ്റെ ഈ 153ാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി ഒരു ഛായാചിത്ര പ്രയാണം നടത്തുക ഏറ്റവും സമുചിതമാണ്. ഞാൻ അതിനാദ്യമായിട്ട് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഫൊറോന പ്രസിഡന്റ് കുഞ്ഞുമോൻ തൂമ്പുങ്കൽ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ ലിബിൻ തുണ്ടുകളം, സിസ്റ്റർ അനറ്റ് ചാലങ്ങാടി SABS, ചമ്പക്കുളം കുര്യാളശ്ശേരി സദനം മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസ ചന്ദ്രൻ കുന്നേൽ, ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ചെറുകാട്, ട്രഷറർ KP മാത്യു, ഗ്ലോബൽ സെക്രട്ടറി ടോമിച്ചൻ അയ്യരു കുളങ്ങര, അതിരൂപത വൈസ് പ്രസിഡന്റ് CT തോമസ് കാച്ചാങ്കോടം, അതിരൂപത ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക്, സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. CPIM കുന്നമ്മ കാവാലം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി ശ്രീധരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം R രാഹുൽ ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് 4-ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ പരിപാടി ആരംഭിച്ചത്. തട്ടാശ്ശേരി ജംഗ്ഷനിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം R രാഹുൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള നാടാണ് കുട്ടനാട്. 17 രക്തസാക്ഷികളാണ് കുട്ടനാട്ടിൽ. ഈ ചെങ്കൊടി പിടിച്ചതിന്റെ ഭാഗമായി ജീവൻ വെടിഞ്ഞ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലിയർപ്പിച്ച ധീരന്മാരായ സഖാക്കൾ 17 പേരാണ്. RSSകാരാലും കോൺഗ്രസ്സുകാരാലും ജന്മിമാരുടെ ഗുണ്ടകളാലും കൊല ചെയ്യപ്പെട്ടവരാണ് ഈ സഖാക്കൾ. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷക തൊഴിലാളികൾക്കും സാധാരണ മനുഷ്യർക്കും വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ ഭാഗമായിട്ടാണ് കുട്ടനാട്ടിൽ ഇത്രയും അധികം സഖാക്കൾ രക്തസാക്ഷികളായത്. സഖാവ് ശ്രീധരൻ 1970-ലാണ് മിച്ചഭൂമി സമരത്തിന്റെ ഭാഗമായി ജന്മിമാരുടെ ഗുണ്ടകളുടെ മർദ്ദനമേറ്റ് രക്തസാക്ഷിത്വം വരിച്ചത്. നമ്മുടെ നാടിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ നാട് ഇന്നിങ്ങനെയായി മാറിത്തീർന്നത് സഖാവ് ശ്രീധരനെ പോലെയുള്ള നിരവധിയായ സഖാക്കൾ നടത്തിയ ജീവത്യാഗങ്ങളും സ്വന്തം ജീവിതം പോലും ഈ നാടിനു വേണ്ടി മാറ്റിവെച്ച് ഈ ചെങ്കൊടി പിടിച്ച് പ്രവർത്തിച്ചതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറിയത്. സമ്മേളനത്തിൽ ദിനാചരണ കമ്മിറ്റി കൺവീനർ KC സാബു അധ്യക്ഷനായി. CPIM നേതാക്കളായ KK അശോകൻ, G ഉണ്ണികൃഷ്ണൻ, CP ബ്രീവൻ, NP വിൻസെന്റ്, ജോജോ ആന്റണി, ജോസ് തോമസ്, PV രാമഭദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടികിടപ്പുകാരുടെ അവകാശ സംരക്ഷണത്തിനായുള്ള സമരത്തിനിടെ 1970 ജനുവരി 13-നാണ് ശ്രീധരൻ രക്തസാക്ഷിത്വം വരിച്ചത്. കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ INTUC ചങ്ങനാശ്ശേരി മേഖലാ പ്രവർത്തക സമ്മേളനവും അംഗത്വ വിതരണവും തിങ്കളാഴ്ച നടന്നു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഹാളിൽ നടന്ന പരിപാടി KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് ആഴക്കൻ ഉദ്ഘാടനം ചെയ്തു. റിയൽ എസ്റ്റേറ്റ്സിനെ കൂടെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഒരു അവസ്ഥ വലിയൊരു അവസ്ഥയാണ്. ഞാനൊരു മൊത്തത്തിലുള്ള സാഹചര്യം ഞാൻ പറഞ്ഞതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജോലിക്ക് മാന്യത കിട്ടണം. ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ അതിൻ്റെ വിഹിതം അല്ലെങ്കിൽ അതിൻ്റെ നമുക്കതിൻ്റെ റെമ്യൂണറേഷൻ, നമുക്കതിന് പ്രതിഫലം കിട്ടണം. അത് കിട്ടണമെങ്കിൽ ലോകത്ത് 90 എനിക്കറിയാവുന്ന ഒരുപാട് രാജ്യങ്ങൾക്ക് നിയമപരമായി തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. ഈ INTUC യൂണിയൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആദ്യം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. സമ്മേളനത്തിൽ പ്രസിഡന്റ് PH അഷറഫ് അധ്യക്ഷത വഹിച്ചു. INTUC കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് മാത്യു മല്ലോത്ത് അംഗത്വ കാർഡിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PP തോമസ്, ബാബു കോയിപ്പുറം, കുഞ്ഞുമോൻ പുളിമൂടൻ, G സൂരജ്, TD അലക്സാണ്ടർ, ലൈജു തുരുത്തി, ജോസഫ്, വിജി മൂലയിൽ, VA ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ICDSഉം സംയുക്തമായി പഞ്ചായത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. സർഗചാരുത എന്ന പേരിലായിരുന്നു പരിപാടി.
ചൊവ്വാഴ്ച പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. സുരമ്യ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെർലിൻ ബൈജു, സ്ഥിരം സമിതി അധ്യക്ഷൻ പി.ടി. വിനോദ് കുമാർ, വാർഡ് മെമ്പർ എം.ഒ. ലതീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡോളീസ് കറിയ, എബ്രഹാം ചാക്കോ എന്നിവർ സംസാരിച്ചു. മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരണത്തിന് സമാപനം കുറിച്ച് ജനുവരി 10 കുമാരനാശാൻ ജന്മഗൃഹത്തിൽ നിന്നും ആരംഭിച്ച നവോത്ഥാന സന്ദേശ ജാഥയ്ക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 രാമങ്കരിയിൽ സ്വീകരണം ഒരുക്കും. എടത്വ ഗാന്ധി സ്ക്വയറിൽ നടന്ന യോഗത്തോടെ പ്രചരണ പരിപാടികൾക്ക് സമാപനമായി. നവോത്ഥാന ചരിത്ര ഗവേഷണ സമിതി അംഗം N.K. ബിജു പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ആ സമൂഹത്തെ വൻതോതിൽ പ്രചോദിപ്പിച്ച ആവേശപരിതമായ യുക്തിഭദ്രമായ വാദങ്ങൾ അവസാന കവിതകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നൂറ്റാണ്ടോളം കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്തു. ചണ്ടാലിവന്മൈ വിജന്റെ ബീജപിണ്ഡത്തിന് ഊശ്വരമാണോ എന്ന ഒരു ചോദ്യം ചണ്ടാലഭിഷേകി എന്ന കവിതയിൽ ആശാൻ ഉന്നയിച്ചു. ആ കവിതയുടെ അവസാന ഭാഗത്താണ് ആ ചർച്ച വരുന്നത്. ചണ്ടാലിവന്മൈ, ചണ്ടാലിയുടെ ശരീരം ബ്രാഹ്മണന്റെ ബീജപിണ്ഡത്തിന് ഊർഷണമാണോ എന്നാണ് ചോദ്യം. നമുക്കിന്നത് വലിയൊരു ചോദ്യമായി തോന്നുന്നില്ല. കാരണം നമ്മൾ ശാസ്ത്രം പഠിച്ചിട്ടുള്ളവരാണ്. നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സാമാന്യമായ ധാരണയുള്ള സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പുതുമ നമുക്ക് തോന്നില്ല. പക്ഷെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ജാതി മാറി വിവാഹം കഴിച്ചതിന്റെ പേരിൽ ദുരഭിമാന കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമല്ല, അത്തരം പ്രവണതയെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. സമിതി താലൂക്ക് സെക്രട്ടറി N.I. തോമസ് അധ്യക്ഷത വഹിച്ചു. എടത്വ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ G. ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. 1907 അദ്ദേഹം രചിച്ച വീണഭൂപ്, അതിനുശേഷം രചിച്ച നളിനി, ലീല, ചണ്ടാലഭിഷേകി, ദുരവസ്ഥ അടക്കം ഉള്ള കൃതികളുടെ വിശദമായ ഒരു അവതരണം ഇവിടെ നടത്തി കഴിഞ്ഞു. നമുക്കറിയാം, ദുരവസ്ഥയിലും ചിന്താവിഷ്ടയായ ശീലയിലൂടെയൊക്കെ നമ്മുടെ രാജ്യത്ത് അന്ന് നിലനിന്നിരുന്ന, നമ്മുടെ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന ദുരാചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ നീക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ തൂലിക പടവാളായി പ്രയോഗിച്ചു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആചരണ സമിതി താലൂക്ക് വൈസ് പ്രസിഡന്റ് ബൈജു കാരാഞ്ചേരി, റവറൻ ജോർജ് മാത്തൻ സ്മാരക സമിതി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, എടത്വ വികസന സമിതി പ്രസിഡന്റ് ഐസക് എഡ്വേർഡ്, C.K. കൃഷ്ണകുമാർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ PR സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. നവോത്ഥാന സന്ദേശജാഥ 16 പല്ലനയിൽ സമാപിക്കും. പത്തനംതിട്ട ജില്ലയിലെ പരുമല സെമിനാരി LP സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന ലീഡർ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി. പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചും ജനാധിപത്യ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രക്രിയകളും ഉൾക്കൊണ്ടായിരുന്നു ഇവിടെയും തെരഞ്ഞെടുപ്പ്. 5ാം ക്ലാസ്സിലെ ജനാധിപത്യം എന്ന പാഠഭാഗത്തെ ബന്ധപ്പെടുത്തി ജനാധിപത്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനും പഴയ വോട്ടിംഗ് സംവിധാനം മനസ്സിലാകുന്നതിനും വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെയാണ് കുട്ടികൾ പങ്കെടുത്തത്. 5ാം ക്ലാസ് വിദ്യാർത്ഥി മിയ അന്ന ജോൺ ആയിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ. തിരിച്ചറിയൽ കാർഡും വോട്ടേഴ്സ് ലിസ്റ്റും പരിശോധിച്ച് വോട്ടർമാർക്ക് ബാലറ്റ് പേപ്പർ നൽകിയും കൈവിരലിൽ മഷി പുരട്ടിയും അമീന അക്ബർ, അഭിരാമി സുനിൽ, കാർത്തിക് കൃഷ്ണ എന്നിവർ പോളിംഗ് ഉദ്യോഗസ്ഥരായി. രോഹൻ രാജേഷ്, അങ്കദ് പിള്ള, അൻസ മാത്യു എന്നിവരായിരുന്നു പോളിംഗ് ഏജന്റുമാർ. 3, 4, 5 ക്ലാസുകളിലെ 145 കുട്ടികളിൽ 120 പേർ വോട്ട് രേഖപ്പെടുത്തി. അധ്യാപകരുടെ നേതൃത്വത്തിൽ സീൽ ചെയ്ത് സൂക്ഷിച്ച ബാലറ്റ് പെട്ടി തുറന്ന സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിലായിരുന്നു വോട്ടെണ്ണൽ. പ്രധാന അധ്യാപകൻ തോമസ് ടി കുര്യൻ, അധ്യാപകരായ അശ്വതി ജേക്കബ്, ഷാരിമോൾ, ഹയറുന്നിസ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ ഇലക്ഷന് മത്സരിക്കുന്നതാണ് ഞാൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത്. ഈ വോട്ട് എന്തിനാന്ന് വെച്ചാൽ ഈ കുട്ടികളിൽ ഈ ജനാധിപത്യം എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്കൂളിലോട്ട് ഇങ്ങനെ വോട്ടൊക്കെ ഇങ്ങനെ ഇലക്ഷനൊക്കെ വെക്കുന്നത്. ഈ സ്കൂൾ ഇലക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വലിയ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇലക്ഷനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു മാതൃകയാണ്. എല്ലാവർക്കും നല്ലൊരു ഇലക്ഷൻ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് അന്ന് HM സാറിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ സ്കൂൾ ഇലക്ഷൻ. ഈ വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ്. ഈ വോട്ട് ഇലക്ഷൻ വലുതാകുമ്പം എങ്ങനെ നേരിടണം, ജനാധിപത്യം എന്താണ്, അതിനെ നേരിടാനുള്ള കുറിച്ചാണ് ഈ വോട്ട് സ്കൂളിൽ നടത്തുന്നത്. മത്സര രംഗത്തുണ്ടായിരുന്ന 3 സ്ഥാനാർത്ഥികളിൽ 47 വോട്ട് നേടി ശ്രേയസ് സുഭാഷ് സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അമേയ MR 33, ആവണി KV 29 വോട്ടുകൾ നേടിയപ്പോൾ 11 വോട്ട് അസാധുവായി. തുടർന്ന് ജയിച്ച സ്ഥാനാർത്ഥിയും കൂട്ടരും ആഹ്ലാദ പ്രകടനവും നടത്തി.
ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ചെറുകര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും കുന്നുമ്മ തിരുവിളങ്ങാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും തിരുവാതിര ദർശനം നടന്നു. കാവാലം ചെറുകര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ദർശനത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജ, ഉമാമഹേശ്വര പൂജ, മഹാകാണിക്ക, അൻപുലിപ്പറ, മഞ്ഞൾപ്പറ എന്നീ ചടങ്ങുകൾ നടന്നു. ഇതോടനുബന്ധിച്ച് വൈകിട്ട് നടന്ന സമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് വി ശിവദാസ് ആതിര അധ്യക്ഷനായി. ഭദ്രദീപ പ്രകാശനവും ഉദ്ഘാടനവും വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വേണുഗോപാൽ നിർവഹിച്ചു. മാതൃകാപരമായ സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സോദരദ്വേന വാഴണമെന്നും അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നവർ അവരന് ഗുണത്തിനായി വരയണമെന്നാണ് നമ്മളോട് ഗുരുദേവൻ കൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങളും ചെയ്യുന്ന പ്രവൃത്തികളും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമുക്ക് എങ്ങനെ ഗുണം ഭവിക്കുന്നു എന്നുള്ളതല്ല, അതിനപ്പുറമായി സമൂഹത്തിനും നാടിനും ഈ ലോകത്തിനുമാകെ നന്മയെ പ്രദാനം ചെയ്യുന്ന പ്രവൃത്തികളായി അതിന് നേതൃത്വം നൽകുവാൻ കഴിയുന്നവരായി നിങ്ങൾ മാറേണ്ടതുണ്ട്. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ തങ്കച്ചൻ, കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി സത്യദാസ്, ശാഖായോഗം സെക്രട്ടറി സി കെ അജീഷ്, വൈസ് പ്രസിഡന്റ് ഡി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ശാഖായോഗം വക SNDP UP സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്കൂൾ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സ്മിജി അഭിലാഷ്, പ്രശാന്തി ദീപക് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുന്നുമ്മ തിരുവിളങ്ങാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ തിരുവാതിര ദർശനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പറനിറയ്ക്കൽ, കാണിക്ക സമർപ്പണം, മഹാദേവന് 101 കുടം ധാര, ശിവപാർവതി പൂജ എന്നീ ചടങ്ങുകൾ നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു തിരുവാതിര ഭദ്രദീപ പ്രകാശനം. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് VD ഷാജി, വൈസ് പ്രസിഡന്റ് PM ജിജിമോൻ, സെക്രട്ടറി PV സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7270 രൂപ, പവന് 58,160 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.